എനിക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരോട് ഇൻവെസ്റ്റേഴ്സിനോട് പറയാനുള്ള കാര്യം, നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വളർത്തുമ്പം അതിനുള്ള മെയിൻ ചലഞ്ച് മാനേജ്മെൻറ്റിൻ്റെയും പിന്നെ പ്രൊട്ടക്ഷൻ്റെ ആയിരിക്കും. അപ്പോൾ അത് ചിലപ്പം ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നിരിക്കില്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഫൈനൽ പ്രോഫിറ്റിൻ്റെ ഒരു 1/3 പ്രൊട്ടക്ഷന് പോകും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്രയും ഒരു 2000 ട്രീസ് ഒരു സിംഗിൾ മാനേജ്മെൻറ്റിൽ ഇത് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. കോസ്റ്റ് വല്ലാണ്ട് കട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു സക്സസിൻ്റെ ഒരു വേറൊരു കാരണമായിരിക്കും. അത് ഇങ്ങനെ ഈ ലെവലിലുള്ള മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ് മോണിറ്ററിങ് ഇതും ഉണ്ടാവുകയാണെങ്കിൽ സക്സസ് ആയിരിക്കും. ഒരു റീസണബിൾ നമുക്കൊരു റിട്ടേൺസും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും സാറേ, ഇത് അങ്ങനെയാണെങ്കിൽ മാത്രമേ മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പരിശോധിച്ചിട്ടുണ്ട്, ഇത് മുമ്പ് ആരെങ്കിലും ചെയ്തിട്ട് സക്സസ് ആയിട്ട് ഉള്ളവരുണ്ടോ എന്നുള്ളതാണ് പലരും നമ്മോട് ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ പറഞ്ഞ മാതിരി 15 കൊല്ലത്തിനുള്ള റിസൾട്ട് കാണിക്കുന്ന കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് പറയാനുള്ളത് കേരളത്തിൽ ആരുമില്ല. എന്നാൽ ഇത് ലാഭകരമായ ഒരു കൃഷിയാണെന്നും ചന്ദനത്തിന് വാല്യൂ ഉണ്ടോ എന്നുള്ളതും എല്ലാവരും പറയുന്നു. പക്ഷേ ഇത് ആരും ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല. മുന്നോട്ട് വരാൻ നോക്കുമ്പോൾ സാറ് പറഞ്ഞ മാതിരി റെഗുലർ ആയിട്ടുള്ളതിൻ്റെ മെയിൻ്റനൻസും പ്രൊട്ടക്ഷനും കൊടുക്കാനോ വരുന്ന ചിലവിനെ ആലോചിച്ച് ഭൂരിഭാഗം വരുന്നില്ല. അപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് സിസ്റ്റം, കളക്റ്റീവ് സിസ്റ്റത്തിൽ ചെയ്യുമ്പോഴോ അല്ല ഇതിന് നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്യാനുള്ള സംവിധാനം. ഞാൻ കണ്ടിട്ടുള്ള വടക്കേ ഇന്ത്യയിൽ ഫോർ എക്സാമ്പിൾ ഈ DS ഗ്രൂപ്പിൻ്റെ പാൻ പരാഗ് കമ്പനി ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവർക്ക് 1500 ഏക്കർ ഒറ്റ സ്ട്രെച്ചിന് മധ്യപ്രദേശിൽ കട്നി ജില്ലയിലുണ്ട്. ഞാൻ ആ പ്ലാന്റേഷൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു 12 കൊല്ലം, ഏകദേശം ഒരു ട്രീസൊക്കെ ഒരു 12 years. അപ്പോൾ ഞാൻ ബേസിക്കലി അതിൻ്റെ ഓയിൽ, ഹാർട്ട്വുഡ് ഇത് 12 ഒക്കെയാണ് നോക്കിയത്. ആ സമയത്ത് അത് വന്നിരിക്കണം. ഇപ്പോൾ അത് ഒരു 20 കൊല്ലം ആയിക്കാണും. അപ്പോൾ അവരൊരു ഹാർവെസ്റ്റ് ചെയ്ത്, പക്ഷേ അവരുടെ ഇൻറ്റേർണൽ കൺസംഷന് അവർ യൂസ് ചെയ്യുക. പാൻ പരാഗിൻ്റെ ഒരു കമ്പോണൻ്റാണ് ഈ ചന്ദനം. അപ്പോൾ അതൊരു ഹ്യൂജ് ക്വാണ്ടിറ്റീസ് അവർക്ക് വേണം. അപ്പോൾ അവർ സ്വന്തമായിട്ട് പ്ലാന്റേഷൻ നടത്തുന്ന ആയിരിക്കും ഏറ്റവും ലാഭകരം എന്ന് അവർ തോന്നിയിട്ടാണ് ചെയ്യണത്. ഇതിൽ പക്ഷേ മറ്റേ പുറമേ അതുകൊണ്ട് അവർ അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണ് അതൊന്നും ആരുടെ പറയൂല. അതൊക്കെ സീക്രട്ടാണ്. ഹൈ സെക്യൂരിറ്റി ആംഡ് ഗാർഡ്സ് ഒക്കെ വെച്ചിട്ടാണ് അത്. എൻ്റെ മാനേജർ തന്നെ ഒരു റിട്ടയർഡ് ബ്രിഗേഡിയറാണ്. മധ്യപ്രദേശിലല്ലേ? അതാണ് ലാർജസ്റ്റ് ഞാൻ കണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. പ്രിയരെ, ലോകത്തിലെ നമ്പർ 1 ചന്ദനം കേരളത്തിൻ്റെതാണ്. റിയലോസ്റ്റ് കമ്പനി പാലക്കാട് ജില്ലയിൽ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് സംവിധാനത്തിലൂടെ ചന്ദന കൃഷി വളരെ ശാസ്ത്രീയമായും സുരക്ഷിതമായും വിജയകരമായി തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഭാവിയിൽ വലിയൊരു ലാഭം ലഭിക്കുന്നതോടൊപ്പം നിലവിൽ ഒരു വരുമാനം കൂടി ലഭിക്കത്തക്ക രീതിയിലാണ് ഈ പ്രൊജക്റ്റ് കമ്പനി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുമല്ലോ.